വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം 2024 ആണ്ടിലെ 1199 ആണ്ട് ഈ വർഷം വ്യാഴമാറ്റം 2024 വ്യാഴത്തിൻ്റെ മാറ്റം മേഷരാശിയിൽ നിന്ന് ഇടവ രാശിയിലോട്ട് 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴഗ്രഹം മേടരാശിയിൽ നിന്ന് ഇടവ രാശിയിലോട്ട് മാറുന്നു. ഒരു വർഷത്തോളം ഇടവരാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. ആ പറയുന്ന ഒരു വർഷം ചില നക്ഷത്രക്കാർക്ക് അത്ര ഗുണമുള്ള അനുഭവങ്ങളായിരിക്കണമെന്നില്ല, ചില പോരായ്മകൾ വരാം. അത് മിഥുനക്കുറുകാർക്കൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. പാപം, തികഞ്ഞ പതനം, ചിലവ് കൂടിയിരിക്കും, പതനം ഉണ്ടാവാം, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ. 12-ലാണ് വ്യാഴം. വ്യാഴം 12-ൽ സർവ്വദൈവാധീനകാരകനാണ് മറയുന്നത്. 12 ദുരിതരാശിയാണ്, 12 ക്ലേശരാശിയാണ്. 12-ാം ഭാവത്തിൽ വ്യാഴം എത്തുമ്പോൾ നിങ്ങൾക്ക് വ്യയമുണ്ടാകും, ചിലവുണ്ടാകും. നല്ല കാര്യത്തിനാണെങ്കിലും നല്ലതല്ലാത്ത കാര്യത്തിനാണെങ്കിലും കയ്യിലുള്ള ധനമോ കരുതൽ ധനമോ ഇല്ലാതായി പോവാം, ചിലവായി പോകാം. വളരെ സൂക്ഷിക്കണം. അതുപോലെ 12-ാം ഭാവം കൊണ്ട് ഔഷധങ്ങളും ആശുപത്രി കാര്യങ്ങളും ഒക്കെയാണ് ചിന്തിക്കേണ്ടത്. ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ആശുപത്രി ചിലവ് ഉണ്ടാവാം, ഒന്ന് സൂക്ഷിക്കണം. മിഥുനക്കൂറുകാർക്ക് ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ, മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർതം. മകയിരത്തിൻ്റെ അവസാന 30 നാഴിക, തിരുവാതിര പുണർതം നാളിൻ്റെ മുക്കാലും. ഈ പറഞ്ഞിരിക്കുന്ന 3 നാളുകാർക്കും ശാരീരികമായി ഗുണമല്ല. മകയിരത്തര, തിരുവാതിര, പുണർതം മുക്കാല് ഉൾപ്പെടുന്ന ഈ മിഥുനക്കൂറിൽ ജനിച്ച വ്യക്തികൾക്ക് 12-ലാണ് വ്യാഴം. സൂക്ഷിക്കുക. വ്യയം കൂടും, ശാരീരികമായിട്ടുള്ള സൗഖ്യത കുറഞ്ഞിരിക്കും. അവരെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങിയാൽ തടസ്സമുണ്ടാവും, ക്ലേശമുണ്ടാവും. ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ പൂർണ്ണതയും വരത്തില്ല. വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും ക്ലേശം വരാം. എന്നും നമ്മൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ക്ലേശം വരാം. മിഥുനക്കൂറിന് 10-ാം ഭാവാധിപതിയാണ് വ്യാഴം. അവരുടെ കർമ്മരംഗത്ത് ക്ലേശമുണ്ടാവും, കർമ്മരംഗത്ത് കീർത്തിഭംഗം ഉണ്ടാകും. നല്ല പേര്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നല്ല പേരിനും കുറവുണ്ടാകും, സൂക്ഷിക്കേണ്ടതാണ്. എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ, എല്ലാ വെള്ളിയാഴ്ചകളിലും ലളിതാ സഹസ്രനാമം ജപിച്ചുള്ള അർച്ചന ചെയ്യുക, 1. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചുള്ള അർച്ചന ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അവനവൻ്റെ ഭരദേവതയും സ്ഥിരമായിട്ട് തൊഴേണ്ടതാണ്. ഈ ചെറിയ കാര്യങ്ങളാണ്. പരിഹാരം എന്ന് വെച്ചാൽ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളും അതിനകത്തില്ല. ഈ 2 ചെറിയ കാര്യങ്ങൾ, വെള്ളിയാഴ്ച തോറും ലളിതാ സഹസ്രനാമം ജപിച്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തി വിഷ്ണുവിനെ ഭജിക്കുന്നത് കൊണ്ട് 12-ലെ വ്യാഴത്തിനുള്ള പോരായ്മകൾ അത്രയ്ക്കങ്ങ് കുറഞ്ഞ് അതിൻ്റെതായ ഗുണങ്ങളും സൗഖ്യതയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റു വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.